2025 ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറയാൻ പോകുന്നത്. 2025 ഓഗസ്റ്റ് മാസം 16-ാം തീയതി വരെ ആദിത്യൻ കർക്കടകം രാശിയിലും തുടർന്ന് ചിങ്ങം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. ചൊവ്വ കന്നി രാശിയിലും ബുധൻ കർക്കടകം രാശിയിലുമാണ് ആഗസ്റ്റ് 30 വരെ. ആഗസ്റ്റ് 30-ന് ബുധൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ആഗസ്റ്റ് 10-ന് ബുധൻ്റെ മൗഢ്യവും തീരുകയാണ്. ശുക്രൻ മിഥുനൻ രാശിയിലാണിപ്പോൾ. മാസത്തിൻ്റെ ആദ്യ സമയത്ത് 20-ന് അത് കർക്കടകം രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ്. വ്യാഴം മിഥുനൻ രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിലാണ്. ആഗസ്റ്റ് 13-ന് അത് പുണർദത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. ശനി മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. ഈ ഗ്രഹനിലയൊക്കെ മുൻനിർത്തി ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് പൊതുവായി എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവിട്ട നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസം മകരക്കൂറിൽ വരുന്ന അവിട്ട നക്ഷത്രക്കാർക്ക് അവരുടെ ലക്ഷ്യത്തിൽ ഒക്കെ എത്തുന്നതിന് വേണ്ടി കൂടുതലൊക്കെ പരിശ്രമം വേണ്ടി വരുന്നതാണ്. മറ്റുള്ളവരെയൊക്കെ ആശ്രയിക്കേണ്ട അവസ്ഥയൊക്കെ മനസ്സിനൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിയേക്കാം. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണത്താൽ അതിനൊക്കെ അല്പം തടസ്സം ഉണ്ടായേക്കാം. അധികാരികളൊന്നും അനുകൂല നിലപാടുകളൊന്നും ഈ സമയത്ത് കൈക്കൊള്ളണം എന്നില്ല. മക്കളുടെയൊക്കെ നിർബന്ധശീലം വീട്ടിലൊക്കെ അല്പം പ്രശ്നമൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. യാത്രകളൊക്കെ മൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. സാമ്പത്തികപരമായിട്ട് അല്പം ബുദ്ധിമുട്ട് ഉണ്ടായേക്കാവുന്ന കാലമാണ്. സാമ്പത്തികം ഉണ്ടാകും എങ്കിലും അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ ഈ സമയത്ത് വരുന്നതാണ്. ചെലവിൻ്റെ കാര്യത്തിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തണം. വിശ്വസ്തരിൽ നിന്നും പ്രതീക്ഷിച്ച ഒരു പെരുമാറ്റമൊന്നും ഉണ്ടായി എന്ന് വരില്ല. കുംഭക്കൂറിൽ വരുന്ന അവിട്ട നക്ഷത്രക്കാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നേട്ടങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഊഹക്കച്ചവടമൊക്കെ കൊണ്ട് മികച്ച ഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. കടബാധ്യതകളൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ചെങ്കിലും ആ കടബാധ്യതകളൊക്കെ വീട്ടാൻ സാധിക്കുന്നതാണ്. സ്വന്തം സ്ഥാപനം എന്തെങ്കിലും പ്രശ്നമായിട്ടൊക്കെ കിടക്കുന്നവരുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒരു പരിധി വരെയൊക്കെ നേരെയാക്കി കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. രണ്ടാം പകുതി ഗുണദോഷ സമ്മിശ്രം ആയിരിക്കും. കുംഭക്കൂറിൽ വരുന്ന അവിട്ട നക്ഷത്രക്കാർ ശനിയാഴ്ച ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക. മകരക്കൂറിൽ വരുന്ന അവിട്ട നക്ഷത്രക്കാർ വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ച് കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക.